Hey everyone, Assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഓൾറെഡി തമ്മിലൊക്കെ കണ്ടിട്ടുണ്ടാകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഈ റീസെൻറ്റ് ഡേയ്സിൽ കുറച്ച് സംഭവങ്ങൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് ആണ് കേട്ടോ. ഇത് ഒന്ന് പേർപ്പിളിൽ നിന്ന്, ഒന്ന് നൈക്കിയിൽ നിന്ന്, പിന്നെ ഒന്ന് ആമസോണിൽ നിന്ന്. എന്നുവെച്ചാൽ റീസെൻ്റായിട്ട് എൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്നിച്ച് ഫിനിഷായി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എനിക്കിങ്ങനെ മേടിക്കാൻ പറ്റിയത്. അല്ലാത്തപ്പോൾ ഓരോന്നോരോന്ന് അങ്ങനെയൊക്കെ തന്നെ മേടിക്കാറുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ അൺബോക്സിങ് കാണാം, എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഫസ്റ്റ് പാക്കറ്റ് വന്നിട്ട് നൈക്കയിൽ നിന്നാണ്. ഇതെല്ലാം ഈ വീക്ക് വന്നതാണ് കേട്ടോ. ഓഫീസിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നിച്ച് എല്ലാം വന്നിട്ട് ഒന്നിച്ച് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഒരു മെബിലിൻ്റെ കാജലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഞാൻ ഹിമാലയയുടെ കാജലാണ് കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് സ്പ്രെഡ് ആവുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈസി ടു റിമൂവ് ആണ് ഈവനിങ് വരുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ് ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാജൽ മേടിക്കാമെന്ന് പറഞ്ഞത് നമ്മുടെ മെബിലിൻ്റെ കൊളോസൽ കാജൽ മേടിച്ചു. പിന്നെ അത് തന്നെ എൻ്റെ ഐലൈനറും അത് ഞാനൊരു ലാക്മേയുടെ ഐലൈനറാണ് റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ഐലൈനർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മെബിലിൻ്റെ കൊളോസൽ ബോൾഡ് ലൈനറാണ് കേട്ടോ. ഇത് മേടിച്ചു. ഇത് രണ്ടും മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെബിലിൻ്റെ ഹൈപ്പർ കേൾഡ് ഒരു മസ്കാര മേടിച്ചു. എൻ്റെ കയ്യിൽ മസ്കാര ഉണ്ടായിരുന്നില്ല. മസ്കാര ഉള്ളത് മസ്കറ്റിലിരിക്കുകയാണ്, അതുകൊണ്ട് ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാനൊരു മസ്കാര മേടിച്ചു. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഡോട്ട് ആൻഡ് കീയുടെ ഡോട്ട് ആൻഡ് കീയുടെ ടോണറാണ് കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. നല്ല അടിപൊളി ടോണറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പാക്കിംഗ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടി. നല്ല ക്യൂട്ടായിട്ടുള്ള പാക്കേജാണ്. അതെ, ഇതാണ് കേട്ടോ ടോണർ ഡോട്ട് ആൻഡ് കീയുടെ. ഇത് വാട്ടർമെലൻ്റെ ആണ്. വാട്ടർമെലൻ സൂപ്പർ ഗ്ലോ പോർ ടൈറ്റനിങ് ടോണർ. ഇതിൻ്റെ മണം തന്നെ നല്ല അടിപൊളിയാണ് ഈ ടോണർ. ആ ഒരു സ്മെല്ല് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് ടോണർ. അപ്പോൾ ഇതിൽ നിന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഓഫറിൽ നിന്നായിരുന്നു മേടിച്ചിട്ടുണ്ടായത്. ഞാനിങ്ങനെ ആപ്പെല്ലാം നോക്കി, അതായത് ആമസോൺ, പിന്നെ പേർപ്പിൾ, നൈക്ക, ഫ്ലിപ്കാർട്ട് എല്ലാം വെച്ചിട്ട് ഓഫറൊക്കെ നോക്കിയിട്ട് മേടിക്കണമായിരുന്നു. നമ്മുടെ ഈ ഡോട്ട് ആൻഡ് കീയുടെ ഈ ടോണറിന് വന്നിട്ട് 300 റുപ്പീസ് ആയിരുന്നു. ആക്ച്വൽ റേറ്റ് ഇതൊന്നും അല്ല, ഇത് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മെബിലിൻ ന്യൂയോർക്കിൻ്റെ മസ്കാര വന്നിട്ട് 257 ആയിരുന്നു. പിന്നെന്താണ് ഐലൈനർ വന്നിട്ട് 200 ആയിരുന്നു. പിന്നെ നമ്മുടെ കാജൽ വന്നിട്ട് 119 ആയിരുന്നു. ഇത്രയാണ് ഇതിൻ്റെ റേറ്റ്. പിന്നെ അടുത്തത് വന്നിട്ട് ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഇത് ഞാൻ പേർപ്പിളിൽ നിന്ന് നയിക്കാനൊക്കെ ഓർഡർ ചെയ്യാൻ നേരത്ത് കൂട്ടത്തിൽ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ ഇത് അവിടെ ഇല്ല. ഇതെൻ്റെ ലിപ് ബാമാണ്. ഇത്രയും വലിയ പാക്കേജിൽ ഒരു ചെറിയ സാധനമാണ്. ഇത് എൻ്റെത് ലിപ് ബാമാണ് കേട്ടോ. വിൽവയുടെ ലിപ് ബാം. എൻ്റെ കയ്യിൽ ലിപ് ബാം ഉണ്ടായിരുന്നു, അത് കാണുന്നില്ല. എൻ്റെ കയ്യിൽ എപ്പോഴും ആ ലിപ് ബാം ഉണ്ടാകും. ഇതിന് 280 റുപ്പീസാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഗ്രേപ്പ് ഫ്രൂട്ടിൻ്റെ ആണ്. ആൻഡ് എസെൻഷ്യൽ ഓയിൽ 10 ഗ്രാമിൻ്റെ അടിപൊളി ലിപ് ബാമാണ് ഇത്. എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ലിപ് ബാം. അതുകൊണ്ട് ഞാൻ ഈ ലിപ് ബാം വേറെ ആമസോണിൽ മാത്രമേ ഇതുള്ളൂ, വേറെ എവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്തു. പിന്നെ നമ്മുടെ പർപ്പിളിൽ എനിക്ക് എന്തിൻ്റെ ആയിരുന്നു ഒരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു ഈ റീസെൻറ്റ് വീക്കിൽ. പർപ്പിളിൽ മിക്കപ്പോഴും ഓരോരോ ഓഫർ ഉണ്ടാകും. ഇതൊരു ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പർപ്പിളിൽ ഞാൻ പർച്ചേസ് ചെയ്തത്. ഇത് ഈ ഓർഡർ ചെയ്ത സാധനങ്ങൾ കാണാം. ഫസ്റ്റ് തന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ ബോഡി ലോഷനാണ് കേട്ടോ. ഗുഡ് വൈബ്സിൻ്റെ ബോഡി ലോഷനാണ്. ഷിയ ബട്ടറിൻ്റെ നല്ല സ്മെല്ലാണ്, എനിക്കിഷ്ടമാണ്. ഒരിടെ ഞാൻ ഇവരുടെ പേർപ്പിളിൽ നിന്ന് ആയിരുന്നു ബോഡി ലോഷൻ മേടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് നിർത്തി. നമ്മുടെ ലാവൻഡർ, പിന്നെ അലോവേര, അങ്ങനത്തെ ലോഷനൊക്കെ മേടിച്ചിട്ടുണ്ട്. ഷിയ ബട്ടർ നമ്മുടെ ഗുഡ് വൈബ്സിൻ്റെ ഫസ്റ്റ് ടൈമാണ് മേടിക്കുന്നത്. നല്ലതാണ്, നല്ല ബോഡി ലോഷനാണ്. പിന്നെ അടുത്തത് നമ്മുടെ സിമ്പിളുടെ ഫേസ് വാഷ്.
ഇത് ഒരുപാട് റിവ്യൂ കണ്ടിട്ട് അങ്ങനെ മേടിച്ചതാണ്. ഞാൻ സെറ്റാഫിലാണ് കുറച്ച് നാളുകളായിട്ട്. ഞാൻ എല്ലാം മേടിക്കുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ട, പിന്നെ അതിൽ തന്നെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യാറുള്ളൂ. പുതിയ ഞാൻ ട്രൈ ചെയ്യാറില്ല. ഇപ്പം എൻ്റെ ഫിനിഷ് ആയപ്പോഴത്തേക്കും ഒരുപാട് റിവ്യൂ കണ്ട് അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇതിന് വന്നിട്ട് 249 ആണ്. ഇതിന് വന്നിട്ട് ഇതിനും 249, ഇതിനും 249. നമുക്കിത് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് വേണം. പിന്നെ അടുത്തല്ല, തീർന്നു കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ ഡെർമയുടെ 10% വിറ്റമിൻ സി സെറം. ഇതാണ് ഞാൻ മേടിച്ചേക്കണത്. സോ എപ്പോഴും നമ്മൾ സിറം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന് സൂട്ടബിൾ ആയിട്ടുള്ള സിറം തന്നെ യൂസ് ചെയ്യാം. മാർക്കറ്റിൽ ഒരുപാട് സിറം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഒരാളെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ. പിന്നെ നമ്മൾ വേറെ സിറം നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേരാത്ത സിറമാണ് യൂസ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പം നിങ്ങളുടെ ആക്നെ പ്രോൺ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് നമ്മുടെ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാം, നിയാസിനമൈഡ് യൂസ് ചെയ്യാം, അതൊക്കെ നല്ലതാണ്. പിന്നെ ഡാർക്ക്നെസ് ഒക്കെ ആണെങ്കിൽ കോജിക് ആസിഡ് ആണ് യൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതെന്തോ 50% കോജിക് ആസിഡ് വേണം. പിന്നെ ഏജിങ് ഒക്കെയാണ് പ്രശ്നമെങ്കിൽ പിന്നെ എന്താ പറയുക, ഫെറോളിക് ആസിഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഇനിയും കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ട്. കാരണം ഇത് പല ഇതിൽ നിന്നായതുകൊണ്ട് പല ടൈമിലാണ് ഇത് എത്തണത്. എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇത് നമ്മുടെ ലിപ് ബാം എനിക്ക് അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. പിന്നെ ടോണറും അത്യാവശ്യമായിട്ട് വേണമായിരുന്നു. അപ്പം ഞാൻ ഫസ്റ്റ് വിചാരിച്ചു എല്ലാം കൂടെ വന്നിട്ട് നമുക്ക് ഒന്നിച്ച് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കിതൊക്കെ ഇനി ഓപ്പൺ ചെയ്യണം. ഞാൻ വിചാരിച്ചു ഉള്ളത് വെച്ചിട്ട് അങ്ങനെ ഒരു അൺബോക്സിങ് വീഡിയോ ഇടാമെന്ന്. കാരണം എനിക്കിപ്പോഴായപ്പോൾ വേറെ ഒന്നും വീഡിയോ ആയിട്ട് ഇടാനില്ല. വീഡിയോ ആയിട്ട് എടുക്കാൻ സമയമില്ല, വോയിസ് ഓവർ എടുക്കാൻ സമയമില്ല. അപ്പം ഇങ്ങനെ വെച്ചാൽ ഡെയിലി ഓഫീസിൽ പോയി പിന്നെ രാത്രിയാകുമ്പോൾ വീട്ടിൽ വരുമ്പോഴത്തേക്കും കുറച്ച് നേരം എവിടെയെങ്കിലും റിലാക്സ് ആയിട്ട് ഇരിക്കാൻ തോന്നി. 7 മണിയാകുമ്പോൾ വരുമ്പോൾ പിന്നെ 7 മണിക്ക് ലഞ്ചൊക്കെ ലഞ്ച് ഡിന്നറൊക്കെ കഴിച്ചിട്ട് എവിടെയെങ്കിലും നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ തോന്നും. പിന്നെ ഉള്ളത് കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ അങ്ങനെ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ വലിയ വീഡിയോ നമുക്ക് ഫോക്കസ് ചെയ്യാനോ ഇടാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ പുതിയ വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.